LDF സർക്കാരിന്റെ 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേഡിയോ സന്ദേശം രാജ്യത്തിന്റെ ഐക്യം സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനൊപ്പം മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചാത്തല വികസനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 100ാം ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 100 ദിനങ്ങൾ പിന്നിടുകയാണ്. സ്ത്രീ സുരക്ഷ, തൊഴിലവസരമുണ്ടാക്കൽ, വിലക്കയറ്റ നിയന്ത്രണം, ന്യായവില ഉറപ്പാക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്തു പോരുകയാണ്. ഇവയുടെയൊക്കെ പ്രതിഫലനം നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഇതുപോലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസനമാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 100 ദിനങ്ങൾ കുട്ടികളെ ലഹരിക്കടിമകളാക്കാനുള്ള നീക്കം സംസ്ഥാനത്ത് സജീവമാണ്. മാതാപിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. ലഹരി എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉറവിട മാലിന്യ സംസ്കരണം നടപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമ്മൾ കൂട്ടായ പരിശ്രമം നടത്തണം. നാടിന്റെ ഐക്യവും ഒരുമയും തകർക്കാൻ ചില ചിതരശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്താണ് LDF സർക്കാർ 100 ദിനങ്ങൾ പിന്നിടുന്നത്. ഭരണതലത്തിലെ അഴിമതി അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ എടുത്തു. അഴിമതിക്കറ പുരളാത്ത ഉദ്യോഗസ്ഥരെ താക്കോൽ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നും അഴിമതി വിമുക്ത സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാനും സർക്കാരിനായി. അഴിമതി കൊടികുത്തിവാണ ഒരു ഭരണകാലത്തിനാണ് LDF സർക്കാർ അധികാരത്തിലേറിയതോടെ വിരാമമായത്. ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനായി സർക്കാരിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ധീരമായ നിലപാടുകളെടുത്തു. UDF സർക്കാരിന്റെ കടുംവെട്ട് തീരുമാനങ്ങളും അനധികൃത ഭൂമി കൈമാറ്റ നീക്കങ്ങളും അന്വേഷിക്കാൻ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനായി മന്ത്രിസഭാ ഉപസമിതിയെ തന്നെ ചുമതലപ്പെടുത്തി. UDF സർക്കാരിന്റെ അവസാനകാല മന്ത്രിസഭായോഗ തീരുമാനങ്ങളിലധികവും അഴിമതിക്ക് വഴിവെച്ചതായി ഉപസമിതി കണ്ടെത്തി. ഭരണസിരാ കേന്ദ്രത്തിലെ കെടുകാര്യസ്ഥതയ്ക്ക് അറുതി വരുത്താനുള്ള ശക്തമായ ഇടപെടലുകളും പുതിയ സർക്കാരിന്റെ ശൈശവദശയിൽ തന്നെയുണ്ടായി. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ യോഗം വിളിച്ച മുഖ്യമന്ത്രി ഓരോ ഫയലിലുമുള്ളത് ഓരോ ജീവിതങ്ങളാണെന്നും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും അഴിമതി അനുവദിക്കില്ലെന്നും ഓർമ്മിപ്പിച്ചു. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി അവസാനിപ്പിക്കാൻ വിജിലൻസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സർക്കാർ ശ്രദ്ധിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് അഴിമതിക്കെതിരെ നിലപാടെടുത്തതിനെ തുടർന്ന് മാറ്റി നിർത്തപ്പെട്ട DGP ജേക്കബ് തോമസിനെ വിജിലൻസിന്റെ തലപ്പത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നാണ് ഇക്കാര്യം സർക്കാർ ഉറപ്പാക്കിയത്. വിവിധ വകുപ്പ് മേധാവികളായി അഴിമതിക്കറ പുരളാത്ത ഉദ്യോഗസ്ഥരെ നിയമിച്ചതും അഴിമതി വിമുക്ത സിവിൽ സർവീസ് സാക്ഷാത്കരിക്കാനുള്ള ചുവടുവെപ്പായി. ചുരുക്കത്തിൽ സംസ്ഥാനത്തുണ്ടായ ഭരണമാറ്റം അഴിമതി വിരുദ്ധതയിലേക്കുള്ള മാറ്റമായിരുന്നുവെന്ന് LDF സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ വ്യക്തമാക്കുന്നു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.